ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു തരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. വേണ്ടിക്ക് നമുക്ക് നോക്കിയിട്ടിടാം. ഇനി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെന്നിട്ട് അപ്പം ചുടുന്നതാണ്. സാധാരണ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ലേ ചുടുന്നത്, ഇത് പഞ്ചസാര ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കട്ടെ. പഞ്ചസാരയും പഴവും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സാക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് അരിപ്പൊടീൻ്റെ കൂട്ടത്തിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. മൈദ എടുക്കട്ടെ. ഇപ്പോൾ ഇത് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സാക്കാം. അപ്പം ഞാനിതാ കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. കുറച്ച് ചരിയിട്ടിട്ടും കുറച്ച് തേങ്ങാക്കൊത്ത് പോലെയാണ് ഇടുന്നത്. ഞാൻ ഇത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഒരുപാട് വെള്ളമൊന്നും ആക്കിയിട്ടില്ല. ഇങ്ങനെയുണ്ട്. ഇനി കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം നമുക്ക്. ഏലക്കായേൻ്റെ പൊടിയുണ്ട് കുറച്ച്, അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂട്ടി പൊടിച്ച് തീർന്നു. ഇനി വീണ്ടും പൊടിച്ച് വെക്കണം. പൊടിച്ചെടുത്തോളം തീർന്നു. കുറച്ചിത് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മളെ പഞ്ചസാരയിലുള്ള അപ്പത്തിന് പഞ്ചസാര അപ്പം ചുട്ടെടുക്കാം. സാധാരണയുള്ള ഉണ്ണിയപ്പം പോലത്തെ അല്ല ഇത്, ഒരു വ്യത്യസ്തമായ ഉണ്ണിയപ്പം. അപ്പം ഞാൻ നമ്മളെ കാര വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറേശ്ശെ നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ കായട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ ഓരോ കുയിലും. ആവട്ടെ, എന്നിട്ട് കാണാം. മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് കാണാം. ഇതാ ഗൈസ്, ഗ്യാസ് ഓഫാക്കട്ടെ. നമ്മൾ പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ഉണ്ണിയപ്പം ഇവിടെ തീർന്നു. ഇത്രയേ ഉള്ളൂ. കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു നേന്ത്രപ്പഴം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിന് കണക്കായിട്ട് ഉണ്ടാക്കിയതാണ്.
അതിലേക്ക് തന്നെ പോകുന്നു. ഇനി വരാനുള്ള താല്പര്യമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാ ഗൈസ്, ഞാൻ പഞ്ചസാര ചേർത്തുണ്ടാക്കിയ കുഞ്ഞുണ്ണിയപ്പം ഇതാ ഇവിടെ റെഡിയായി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.